ഓക്കെ. അപ്പോ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്ന സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഇല്ലേ? ഓക്കെ, സൗണ്ട് ഉണ്ട്. അപ്പോ ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ ജസ്റ്റ് എന്റെ പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. ഫുഡ് സേഫ്റ്റി ബാക്കിയുള്ള എല്ലാത്തിന്റെയും ക്ലാസ് ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ കേൾക്കാം. ബാക്കിയുള്ള എല്ലാരും എത്തിയോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർ ജസ്റ്റ് എന്റെ അൺഅക്കാഡമിയിൽ പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്തോളുക. അപ്പോ എല്ലാ ആൾക്കാർക്കും സൗജന്യ ക്ലാസ്സുകളും മറ്റും നിങ്ങൾക്ക് എന്താണ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ പരീക്ഷയായിരുന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസർ അൺഅക്കാഡമിയിലുള്ള കോഴ്സ് ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഏകദേശം കണ്ടിന്യൂ ആയിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് അൺഅക്കാഡമി നടത്തിയ കോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്ത ആൾക്കാർക്കറിയാം ഏകദേശം ഒരു 70% മുകളിൽ മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ 90 ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷേ ഒരു 70-75 ആണ് നമ്മൾ പറയുന്നത് ഇന്ന് അൺഅക്കാഡമിയിൽ. കാരണം നമ്മൾ അത്രയും 2 കോഴ്സാണ് ചെയ്തത്. ആ 2 കോഴ്സിൽ കറക്റ്റ് ആയിട്ടുള്ള അധ്യാപകർ, അതിന്റെ എന്താണ് എക്സ്പെർട്ടേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തത് എന്നും നമുക്കറിയാം. ഓക്കെ, അപ്പോ നമുക്കിന്ന് എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണോടെ? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, CRPC, ഫുഡ് സേഫ്റ്റി ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി കോഴ്സിൽ പഠിപ്പിച്ചത്. അപ്പോ ഇന്ന് PSC പുതിയ ട്രെൻഡാണ്, അറിയാലോ. PSC പുതിയ ട്രെൻഡിനനുസരിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അൺഅക്കാഡമിയിലൂടെ പഠിച്ച് എന്ത് നമുക്ക് ഈ കോഴ്സ് നേടാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമുക്കൊരു PSC പരീക്ഷയ്ക്ക് എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ബൈ വിച്ച് അമെൻമെന്റ് സെക്കുലറിസം ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിലേക്ക് എന്താണ് സെക്കുലറിസം, മതേതരത്വം എന്നുള്ളത് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് അമെൻമെന്റിലാണ് എന്നുള്ളതാണ് ചോദ്യം. 24, 74, 42, 44. നമ്മൾ എല്ലാ ആൾക്കാരും മുമ്പേ പഠിച്ചതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓക്കെ, അപ്പോ നമ്മള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 42ാമത്തെ അമെൻമെന്റ് ആണല്ലോ സെക്കുലറിസം എന്നുള്ള പദം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക്, ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. നമുക്കറിയാം 42, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 42ാമത്തെ അമെൻമെന്റ് വരുന്നതിന് മുമ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സെക്കുലറിസം എന്ന് പറയുന്ന ഒരു പദം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇന്ദിരാഗാന്ധി 42ാമത്തെ അമെൻമെന്റിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുറന്നു നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് മതേതരത്വം കാണാൻ കഴിയുമോ എന്നതാണ് എന്റെ ചോദ്യം. കാണാൻ കഴിയുമോടെ? സെക്കുലറിസം എന്നുള്ള വേർഡ് ഇന്ദിരാഗാന്ധി കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. പക്ഷേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് കാണാൻ കഴിയും. എവിടെ കാണാൻ കഴിയും? കാണാൻ എവിടെയാ കഴിയുന്നത്? മതേതരത്വം അല്ലെ, സെക്കുലറിസം കാണാൻ കഴിയുന്നത് ആർട്ടിക്കിൾ 25 കാണാം. എവിടെയാണ്? ആർട്ടിക്കിൾ 25 കാണാം. ആർട്ടിക്കിൾ 25 കാണാം. പിന്നീട്
ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? 42ാമത്തെ അമെന്റ്മെന്റിലൂടെ കൂട്ടിച്ചേർത്ത് ആമുഖത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൊത്തം എത്ര സ്ഥലത്താണ് മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് 2 സ്ഥലത്താണ്. ഒന്ന് ആമുഖത്തിലും ഒന്ന് ആർട്ടിക്കിൾ 25-ലും. ഓക്കെ. 2. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഗ്രാമസഭ? നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാമസഭയെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? 243, 248, 233, നൺ ഓഫ് ദ എബവ്. ഇതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാമസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാമസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓക്കെ. അപ്പോ നമ്മള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാമസഭയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 243B ആണ്. ഏതാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 243B ആണ് ഗ്രാമസഭയെ പറ്റി പറയുന്ന. ക്ലോസ് ഉണ്ട്. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചുള്ള ക്ലോസുകൾ ഏതിൽ വരുന്നുണ്ട്? 243-ല് വരുന്നുണ്ട്. അറിയാമല്ലോ. അതായത് ഗ്രാമസഭ 241A-യും 243B-യും നൺ ഓഫ് ദ എബോവ് വരാനുള്ള സാധ്യത ഇവിടെ എത്ര ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് നോക്കണം. PSCയുടെ ആൻസർ വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ടുള്ള കിട്ടുള്ളൂ. കാരണം ഇവിടെ 243-ലാണ് ഗ്രാമസഭകളെ പറ്റി, അതോടൊപ്പം തന്നെ ജില്ലാ പരിഷത്തുകളെ പറ്റി ഒക്കെ പറയുന്നത്. മനസ്സിലായ? ഇന്റർമീഡിയറ്റ് ലെവല് പഞ്ചായത്തുകളെ പറ്റി, ഇതിനെ എല്ലാത്തിനെയും പറ്റി ആർട്ടിക്കിൾ 243-ലാണ് വരുന്നത്. അപ്പോ സ്വാഭാവികമായി PSC ആൻസർ ഇനി നൺ ഓഫ് ദ എബോവ് ക്ലോസ് ഉള്ളത് കൊണ്ട് PSC എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ആൻസർ വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. കേട്ടോ? അപ്പോ 243A ഉണ്ട്, 243B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. അറിയാലോ. E എന്ന് പറയുന്നത് റൂറൽ ഏരിയയിൽ പഞ്ചായത്ത് രൂപീകരിക്കുന്നതാണ്. E ഉണ്ടല്ലോ, E എന്ന് പറയുന്നത് റൂറൽ ഏരിയയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ സംബന്ധിച്ചാണ്. അത് ആർട്ടിക്കിൾ 243-ല് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ സബ്ജക്ട് മാറ്റർ ഓഫ് സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ സബ്ജക്ട് മാറ്റർ ഏതാണ്? രണ്ടാമത്തെ സെക്കൻഡ് സബ്ജക്ട് മാറ്റർ. സിറ്റിസൺഷിപ്പ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, എക്സിക്യൂട്ടീവ്. ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സബ്ജക്ട് മാറ്റർ രണ്ടാമത്തെ വിഷയം എന്താണ്? മറ്റേത് ഗ്രാമസഭകളെ പറ്റി പറയുന്നത് എയും ബിയുമാണ്. 243A എന്ന് പറയുന്നത് ഗ്രാമസഭ രൂപീകരണം, ആർട്ടിക്കിൾ 243B പഞ്ചായത്തുകളിലെ രൂപീകരണം. ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ കറക്റ്റ് നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ ഐഡന്റിഫൈ ദ സബ്ജക്ട് മാറ്റർ ഏതാണ്? സിറ്റിസൺഷിപ്പ് ആണ്. സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ്? യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, യൂണിയൻ ആൻഡ് ടെറിട്ടറി. രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ പാർട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റ് സിറ്റിസൺഷിപ്പ് ആണ്. മൂന്നാമത്തെ സബ്ജക്റ്റ് എന്താണ്? മൂന്നാമത്തെ സബ്ജക്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൂന്നാമത്തെ വിഷയം അത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൂന്നാമത്തെ വിഷയം ഫണ്ടമെന്റൽ റൈറ്റ്സ്. നാലാമത്തെ വിഷയം ഞാൻ അപ്പോഴേ ഈ
നമ്മുടെ FSOയുടെ ബാച്ചിൽ വന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, തലേ കൈയും വെച്ച് വിളിച്ചതാണ്, എല്ലാരും ഫോളോ ചെയ്യൂ, CRPC ഫോളോ ചെയ്യൂ, അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെ ഫോളോ ചെയ്യൂ. ഇതെല്ലാം ഞാനൊന്ന് തലേ കൈയും വെച്ച് വിളിച്ച്. ഒരുപാട് ആൾക്കാര് എല്ലാരും പറഞ്ഞു, സാർ എനിക്ക് ജോലിയുണ്ട്, ജോലിക്ക് പോണം. ഇപ്പോ ഒരുവിധം പഠിക്കുന്ന ആൾക്കാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. നിങ്ങളുടെ സബ്ജക്ട് കഴിഞ്ഞിട്ട് പിന്നെ പകുതിയോളം ഏത് സബ്ജക്റ്റും വന്നിട്ടുണ്ട്, ജനറൽ ടോപ്പിക്കും വന്നിട്ടുണ്ട്. ആ ജനറൽ ടോപ്പിക്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ വരും, നോക്കിക്കോ. കാരണം സബ്ജക്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആക്ട് ഈസ് റിലേറ്റഡ് ആർട്ടിക്കിൾ 17? ആർട്ടിക്കിൾ 17മായി ബന്ധപ്പെട്ട ആക്ട് ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ ആക്ട് ആണ്? നിർഭയ ആക്ട് 2013, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976, ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് 1958, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് 2019. അപ്പോ ഇതില് ആർട്ടിക്കിൾ 17മായി ബന്ധപ്പെട്ട് അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ട് ഏതാണ്? ഇതില് അൺടച്ചബിലിറ്റിയുമായി 1 and 2, 1ഉം 2ഉം, 2, 3 only, 3 and 4, ഇതിൽ ഏത് ആണ് ആർട്ടിക്കിൾ 17മായി ബന്ധപ്പെട്ട് വരുന്ന ആക്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നമ്മുടെ ഏതാ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്ന അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന, അൺടച്ചബിലിറ്റി കോട്ട് ചെയ്യപ്പെടുന്ന, അതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളാണ്. അതിൽ നിർഭയ ആക്ട് ശരിക്കും അൺടച്ചബിലിറ്റി ആണവിടെ. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ട് ആണോ നിർഭയ? കാരണം 2013 നിർഭയ ആക്ട് വരുന്നത് ഏതിന്റെ പശ്ചാത്തലത്തിലാണ്? ഡൽഹിയിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ടാണ് നിർഭയ ആക്ട് വരുന്നത്. അപ്പൊ നിർഭയ ആക്ടിനകത്ത് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ ആണ്. എന്താണ്? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ ആണ്. അപ്പോ അവിടെ എന്ത് വരുന്നില്ല? അവിടെ അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം 89 SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടുമായി ആർട്ടിക്കിൾ 17 വരുന്നുണ്ട്. അവിടെ പ്രിവെൻഷൻ ഓഫ് SC/ST 89 ഒരു ആക്ട് ഉണ്ട്. 1989 SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് എന്നും പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് ശരിക്കും ആർട്ടിക്കിൾ 17ന്റെ കീഴിൽ വരുന്നുണ്ടോ? ആർട്ടിക്കിൾ 17മായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? പറയൂ. നിങ്ങൾ ആരാ ഒന്നും മിണ്ടാത്ത? എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തല്ലേ പോകുന്നത്, പിന്നെന്താണ്? നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. ശരിക്കും എന്ത് ആർട്ടിക്കിൾ 17ന്റെ കീഴിൽ വരുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാരെ ആക്രമിക്കപ്പെടുന്നത് എപ്പോഴും അൺടച്ചബിലിറ്റിയുടെ പേരിലായിരിക്കും, അല്ലെ? പട്ടികജാതി പട്ടികവർഗക്കാരെ നമ്മൾ വിളിക്കുന്ന നീ താഴ്ന്ന ജാതിക്കാരനാണ്, അത് മീൻസ് തൊട്ടുകൂടായ്മയുടെ ഭാഗമല്ലേ? തൊട്ടുകൂടായ്മയുടെ ഭാഗമല്ലേടെ? ആണ് അത്. അപ്പൊ അത് വരും. പക്ഷെ നിർഭയ ആക്ട് വരുന്നില്ല. നിർഭയ ആക്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, അവിടെ ജാതിയല്ല പ്രശ്നം, അവിടെ ജാതിയല്ല, പിന്നെന്താണ്? അത് എന്താണ്? ഈ വൈകാരിക, അല്ലെ, ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. അപ്പൊ സെക്ഷൽ ഹരാസ്മെന്റും അൺടച്ചബിലിറ്റിയും രണ്ടും രണ്ടാണ്. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976, ശരിക്കും പറഞ്ഞ ആൻസർ സിവിൽ റൈറ്റ്സ് ആണ്. അതായത് പൗര അവകാശം. എന്താണ്? പൗരന്മാർക്കെല്ലാം സെയിം അവകാശമാണ്. അത് ഒരു പബ്ലിക് ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും എല്ലാവർക്കും ഒരേ അവകാശമാണ്. ഓക്കെ, അപ്പോ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആണ് 1976 വരുന്നത്. ഇനി
ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് വരുന്നില്ല. കാരണം അതൊരു ആർമിയുമായി ബന്ധപ്പെട്ട് ഒരു സേനയുമായി ബന്ധപ്പെട്ട് വരുന്ന 58ലെ ആക്ട് ആണ്. ഇനി സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് 2019 അതും വരുന്നില്ല. കാരണം ഇവിടെ എന്താണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ തൊട്ടുകൂടായ്മ ഒരു കാര്യം വരുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ കണ്ടീഷൻ ഉണ്ട്. 3ഉം 4ഉം വരുന്നില്ല. ഇവിടെ നമുക്കറിയാം 2 മാത്രം. ഇനി ഇത് നമ്മൾ അടുത്ത പഠിച്ചിട്ടുള്ളത്, എപ്പോഴും പഠിക്കുന്നതാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് റിട്ടേണിംഗ് ഓഫീസർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഞാൻ പഠിപ്പിച്ചതല്ലേ ഫുഡ് സേഫ്റ്റിക്കാര് റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് അറിയാം. ഇതൊക്കെ പഠിപ്പിച്ചതാണ്. ആരാണ് എന്താണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പില് റിട്ടേണിംഗ് ഓഫീസർ? സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇതിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞതാണ് ആരാണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരെന്ന് നമ്മൾ പഠിച്ചേ? ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും? രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും? രാജ്യസഭ സെക്രട്ടറി ജനറൽ ആയിരിക്കും. മനസ്സിലായ? അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരായിരിക്കും? പിന്നെ ലോക്സഭ, അത് കഴിഞ്ഞാൽ പിന്നെ രാജ്യസഭ. അപ്പോ ഒരു സഭയിലെ ആളിന് മാത്രം കൊടുക്കൂല എപ്പോഴും. അതിങ്ങനെ മാറി മാറി വരിക, റൊട്ടേറ്റ് ചെയ്ത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം? അദ്ദേഹം അല്ലെങ്കിൽ എന്താണ് റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിക്കണം. അടുത്തത്, വാട്ട് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ആർട്ടിക്കിൾ 40 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പഠിച്ച സമയത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് സാർ ഒപ്പം ഓപ്ഷൻ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ഉണ്ടെങ്കിൽ, ഇപ്പോ PSC യുടെ ക്വസ്റ്റ്യൻ അല്ലേ ഡെബ്രു. PSC യുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. ഇത് PSC യുടെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നടന്ന PSC ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ ഓർ രാജ്യസഭ സെക്രട്ടറി ജനറൽ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അല്ല, ഉണ്ടെങ്കിൽ അതാണോ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അവരെന്തായാലും PSC കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യും. കാരണം ഒന്നുകിൽ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ ഓർ അല്ലെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ, അങ്ങനെ ഒരു ഓപ്ഷനേ വരൂ. അല്ലാതെ ഓപ്ഷൻ എ ലോക്സഭാ സെക്രട്ടറിയും ഓപ്ഷൻ ബി രാജ്യസഭാ സെക്രട്ടറി, അങ്ങനെ ഒരു പോസ്റ്റ് വരില്ല. ഓക്കെ, അല്ലെങ്കിൽ ബോത്ത് കൊടുക്കാമല്ലോ, ചെയ്യാം. അടുത്ത, ദ സബ്ജക്ട് മാറ്റർ ഓഫ് ആർട്ടിക്കിൾ 40 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ: യൂണിഫോം സിവിൽ കോഡ്, പ്രൊഹിബിഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, പഞ്ചായത്ത് രാജ്. ഇതിൽ ഏതാണ് ആർട്ടിക്കിൾ 40? എല്ലാ ആൾക്കാരും ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ നോക്കിയിട്ട് വന്നേക്കാണ്. എല്ലാ ആൾക്കാരും ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ, ഇതൊക്കെ പരീക്ഷ ഹാളിലാണ് കാണിക്കേണ്ടിയിരുന്നത്. എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 40.
പഞ്ചായത്ത് രാജ്, അതായത് ഗാന്ധിയുടെ ആശയമാണ്. ഗാന്ധിജിയുടെ ആശയമാണ് എന്താണ്? പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രൂപീകരിക്കുക എന്നുള്ളത് നമ്മളിതൊക്കെ പഠിച്ചതാണ്. ഞാൻ പഠിപ്പിച്ച ഈ പറഞ്ഞ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ സൗജന്യ പ്ലസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് FSOക്കാർക്ക് വേണ്ടിയിട്ട്. ഞാൻ പഠിപ്പിച്ച എത്ര ക്വസ്റ്റ്യൻ FSOക്കാർക്ക് വന്നു എന്ന് ചോദിച്ചാൽ അൻസീനാക്കൊക്കെ അറിയാം. അത് CRPC എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. കാരണം KAS പരീക്ഷയ്ക്ക് ഞാൻ പഠിപ്പിച്ചത് 1045 വന്നു KAS-ന്. അതേപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസറിനും ഞാനിപ്പോ പഠിപ്പിച്ച ഏകദേശം ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, എങ്ങനെ പോയാലും ഒരു 10-30 വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. കാരണം കോൺസ്റ്റിറ്റ്യൂഷന്റെ 10 വന്നിട്ടുണ്ട്. അപ്പോ പഞ്ചായത്ത് രാജാണ് ഗാന്ധിജിയുടെ ആശയമാണ്. ഇനി who among the following was the Anglo-Indian representative the Indian Constituent Assembly? അതായത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ ഉണ്ടായ വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. പാർലമെന്റിൽ ഉണ്ടായ വ്യക്തി മോറിസ് ജോൺസൺ, ഫ്രാങ്ക് ആന്റോണി, സർദാർ വല്ലഭായ് പട്ടേൽ, KM മുൻഷി. ഓക്കെ, അപ്പോ ശരിക്കും സ്റ്റക്ക് അല്ല, ഈ ഫ്രാങ്ക് അന്തോണിയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എന്തായിട്ടുണ്ടായിരുന്ന, അതായത് ഈ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്നത്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധി. അപ്പോ ഈ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അദ്ദേഹമാണ് 6ഉം 9ാമത്തെ പാർലമെന്റ് ഒഴിച്ചാൽ അദ്ദേഹം മരിക്കുന്നത് വരെ പാർലമെന്റിൽ MP ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു സംഭാവനയുണ്ട്, ആർക്ക് പറയാമടെ? ഫ്രാങ്ക് അന്തോണിയുടെ ഇന്ത്യയിലെ സംഭാവന. ഫ്രാങ്ക് അന്തോണിയാണ് ഇന്ത്യയിൽ എന്തോ ഒന്നിന്റെ സംഭാവന നൽകിയത്. നമ്മുടെ വീട്ടിലെ കുട്ടികളുമായി ബന്ധമുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ കുട്ടികളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഫ്രാങ്ക് അന്തോണിക്ക്. ആർക്ക് പറയാം? പറയുന്നവർക്ക് ഒരു വടയും ചായയും. ഫ്രാങ്ക് അന്തോണിക്ക് നമ്മളുടെ കുട്ടികളുമായിട്ട് ഒരു ബന്ധമുണ്ട്. 45 അല്ലല്ല, ഇന്ത്യയിൽ ഒരു ബോർഡ് ഉണ്ട്, ICSE അങ്ങനെയല്ലേ, CBSE ICSE എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ICSEയുടെ സ്ഥാപകൻ പുള്ളിയാണ് ഇന്ത്യയിലെ. CISESE അത് സ്ഥാപിക്കപ്പെടുകയും അതുവഴി ICSE ഇന്ത്യയിൽ നടപ്പിലാക്കിയതും പുള്ളിയാണ്, ഫ്രാങ്ക് അന്തോണി. അപ്പൊ ഇപ്പൊ ആരുടെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ നമ്മുടെ മക്കളെയൊക്കെ കാര്യം പറയുമ്പോ എല്ലാരും പറയും എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മോൻ ICSE സിലബസാ പഠിക്കുന്നേ അല്ലെ, വലിയ കാര്യത്തിൽ പറയാറുണ്ട്. പക്ഷെ ICSE ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന്റെ നേതാവായ ഫ്രാങ്ക് അന്തോണിയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ബോർഡ് തന്നെ ഉണ്ടാക്കുന്നത്. CBSE ഉണ്ട്. ഓക്കെ, അടുത്ത വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഞാനൊരു ICSE ആണ്, അറിഞ്ഞിട്ടില്ല ഈ ഫാക്ട്. ഇനിയിപ്പോ ഡിബ്രു, നീ അറിയാത്ത ഫാക്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നീ അറിയുന്നത് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മോറിസ് ജോൺസ് പറഞ്ഞുതരാം, അറിയായിരുന്നു, ഞാൻ പഠിപ്പിച്ചതാ. വിച്ച് ആർട്ടിക്കിൾ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അത് ബോറിസ് ജോൺസൺ, അത് ഇംഗ്ലണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം അല്ല, ഇത് മോറിസ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു ലൈഫ്? റൈറ്റ് ടു ലൈഫുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14, 19,
2021 ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ആടെ ക്വസ്റ്റ്യൻ മാറിപ്പോയെ. സോറി കുത്തിയത് മാറി. ഓക്കെ ഒന്നും കൂടെ. മാറിപ്പോയി. പോൾ മാറിയതാ. എടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇനി എന്റെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ള എത്ര ആൾക്കാരുണ്ട്? ഫസ്റ്റ് ടൈം ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? പക്ഷെ റെഗുലർ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് LDCയും കിട്ടും. റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വന്നാൽ LDCയും കിട്ടും. ഇപ്പോ FSO സാർ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? ക്വസ്റ്റ്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു ലൈഫ്, അതായത് ജീവിക്കാനുള്ള അവകാശം, ജീവിക്കാനും കേട്ടോ വ്യക്തി സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 21 ആണ് അല്ലെ? നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിവാഹം എന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമാണ്? ഏത് ആർട്ടിക്കിളാണ് വിവാഹം? നമുക്ക് വിവാഹം എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടാണ് വിവാഹം വരുന്നത്? പറ. അത് ആർട്ടിക്കിൾ 21 ആണ്. കാരണം നമ്മുടെ ജീവിക്കാനും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമല്ലേടെ. നമ്മൾക്ക് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമല്ലേ ഏത്? ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണോ വിവാഹം കഴിച്ചത്? അല്ലല്ലേ. സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും സ്വാതന്ത്ര്യ പ്രകാരം വിവാഹം കഴിച്ചവരാണല്ലോ സമൂഹത്തിൽ 99% ആൾക്കാരും. ഓക്കെ, അപ്പൊ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം എന്നാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ദ സെന്റർ ലിസ്റ്റ് ഓഫ് 7th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെൻട്രൽ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റ് ഏത്? മാർക്കറ്റ് ആൻഡ് ഫെയർ, ഇൻഷുറൻസ്, ടാക്സ് ഓൺ പ്രൊഫഷൻസ്, ബാങ്കിങ്, ഇതിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഏതാണ് സെന്റർ ലിസ്റ്റിൽ വരുന്നത് എന്നുള്ളത്? സെന്റർ ലിസ്റ്റിൽ, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാർ ക്വസ്റ്റ്യൻസ് ടഫ് ആയിരുന്നില്ലേ? ഇല്ല. അൺഅക്കാഡമിയിൽ പഠിച്ച ആൾക്കാർക്ക് ടഫ് ആയിരുന്നില്ല, പുറത്തുള്ള ആൾക്കാർക്ക് ടഫ് ആയിരുന്നു. അൺഅക്കാഡമിയിൽ പഠിച്ച ആൾക്കാർക്ക് വലിയ ടഫ് ഒന്നും ആയില്ല. അവര് കേൾക്കാത്ത സാധനവും ആദ്യമായിട്ട് കേൾക്കുന്ന സാധനമൊന്നും ആയിരുന്നില്ല അല്ലെ? ഫുഡ് സേഫ്റ്റി കോഴ്സിൽ ചേർന്ന് അൺഅക്കാഡമിയുടെ സൗജന്യ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. പുതിയതായിട്ട് ആദ്യമായിട്ട് അൺഅക്കാഡമിയിൽ വരാത്തതോ കോച്ചിങ് സെന്ററിലൊക്കെ പോയി പഠിക്കാൻ ശ്രമിച്ചവർക്കോ ഇത് എന്താണ് ആദ്യമായിട്ട് കാണുന്നതായിരിക്കാം എന്നതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ ഷെഡ്യൂളില് ഇൻഷുറൻസും ബാങ്കിങ്ങും യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോ 2ഉം 4ഉം മാർക്കറ്റ് ഫെയറും ടാക്സസ് ഓൺ പ്രൊഫഷനൊക്കെ ജോലിയുടെ കാര്യത്തിലുള്ള ടാക്സുകളൊക്കെ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 2ഉം 4ഉം മാത്രം. ഇവിടെ 1ഉം 2ഉം അല്ല, സ്വാഭാവികമായി 1ഉം 3ഉം അല്ല, പിന്നെ 2ഉം 4ഉം അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അടുത്ത, ഏത് വർഷമാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വാസ് അപ്പോയിന്റഡ്? അത് നമ്മൾ പഠിച്ചതാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെട്ട വർഷം ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ബൽവന്ത് റായ് മേത്ത നെഹ്റു അപ്പോയിന്റ്മെന്റ് ചെയ്തു എന്നുള്ളത്. ആരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ തെറ്റിപ്പോയി,
തെറ്റിപ്പോയി, മാറ്റിക്കുത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 67 കുത്തിയവരുണ്ട്. 67 കുത്തിയവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 64-ല് 1964-ല് നെഹ്റു മരിക്കുകയാണ്. നെഹ്റു ആണ് അന്നത്തെ ബൽവന്ത് റായ് മേത്തേനെ എന്ത് ചെയ്തത്? ശരിക്കും പറഞ്ഞാല് ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി, അത് 57-ലാണ്. ഓക്കെ, 59-ൽ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫസ്റ്റ് കമ്മിറ്റിയാണ്. അതിനുശേഷം ഒരുപാട് കമ്മിറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ. മാളു എസ് സാർ, എനിക്ക് ഫുൾ നെഗറ്റീവ് മാർക്ക്. നിങ്ങൾ അൺഅക്കാഡമിയിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഈ 10 മാർക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ കിട്ടിയനായിരുന്നു. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുമെന്നറിയോ? കോൺസ്റ്റിറ്റ്യൂഷന്റെ 10-ല് 10 മാർക്ക്. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ 10-ല് 8 കിട്ടിയനായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇതെല്ലാം നമ്മൾ പഠിച്ച സാധനങ്ങളാ. ഈ സാധനങ്ങളെല്ലാം പഠിച്ചതല്ലേ? നമ്മൾ എത്ര ദിവസം ഡിസ്കസ് ചെയ്തതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ FSOക്കാർക്ക് വേണ്ടി എടുത്തതിൽ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് KASന്റെ കോച്ചിങ് കഴിഞ്ഞതാണ്. ഇനി മെയിനിൽ ആൾക്കാരുണ്ടെങ്കിൽ എടുക്കും. 10-ല് 10 ഷുവർ ആണ്. കോൺസ്റ്റിറ്റ്യൂഷന് 10-ല് 10 ഷുവർ ആണ്. കാരണം റെഗുലർ ആയിട്ട് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്റെ 1 തെറ്റി അല്ലാത്ത ആൾക്കാർക്ക് കിട്ടും. പിന്നെ ഇപ്പൊ ജനറൽ PSCക്കാർക്ക് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കിട്ടാൻ ഈസി അല്ലേ? 10-ല് 10 മാർക്ക്. റെഗുലർ PSC ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കിട്ടാൻ എളുപ്പമല്ലേ? മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും, മറിച്ചിട്ടാലും, തിരിച്ചിട്ടാലും, എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും കിട്ടൂലേ? കിട്ടും. എന്റെ ടെലഗ്രാം ചാനൽ ഇതാണ്. ആദ്യമായിട്ട് വരുന്ന ആൾക്കാര് കേട്ടോ, നോളജ് PSC കേട്ടോ, നോളജ് PSC എന്നുള്ള ടെലഗ്രാം ചാനൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ നോളജ് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇത് സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. Any person who manufacture for sale or distribute any article of substandard food for consumption of liable to the extent of, അതായത് നമ്മുടെ എന്താണ് ഫുഡ് സേഫ്റ്റി ആക്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫുഡ് സേഫ്റ്റി ആക്ട്, അത് ജനറൽ PSCക്കാർക്കില്ല എങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഫുഡ് സേഫ്റ്റി ആക്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡിന്റെ ഐറ്റം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിയമപരമല്ലാത്ത രീതിയിൽ നിങ്ങൾ വിൽക്കുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ചെയ്താൽ, ഉണ്ടാക്കുകയോ വിൽക്കുകയോ സെയിൽ ചെയ്യുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് കിട്ടുന്നത്? 2.5 lakhs rupees and 6 months ഇംപ്രിസൺ. 2.5 ലക്ഷം മാത്രം. 5 ലക്ഷവും 6 മാസം തടവും. 5 ലക്ഷം റുപ്പീസ്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? Any person who manufacture or sale or distribute any article of substandard food for consumption liable the extent of ഓക്കെ, ഇംപ്രിസൺമെന്റ് കൂടി ഉണ്ടെന്ന് കരുതി. ഇതെന്ന് പറയുന്നത് ഫുഡ് വിൽക്കുന്നതല്ല. അതായത് അതിന്റെ ആർട്ടിക്കിള്
any person who manufacture for sale or distribute any article of substandard food for consumption is liable. ലയബിൾ ദ എക്സ്റ്റെന്റ്, അതായത് എന്താണ്, നമ്മൾ ഏതെങ്കിലും കൊള്ളാത്ത അതായത് ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണം വിൽക്കുകയോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ലേഖനങ്ങൾ, ഇപ്പൊ ഏതെങ്കിലും നോട്ടീസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്താണ്, അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 5 ലക്ഷം റുപ്പീസ് പിഴ അടയ്ക്കേണ്ടി വരും. പെനാൽറ്റിയാണ്, പെനാൽറ്റി. പക്ഷെ ഫുഡ് അല്ലെ, ഫുഡ് വിറ്റ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയും 6 മാസം വരെ തടവും കിട്ടാം എന്ന് കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത, ദ ഫുഡ് സേഫ്റ്റി അപ്പീൽ ട്രൈബ്യൂണൽ ഷാൾ കൺസിസ്റ്റ്, അതായത് ഫുഡ് സേഫ്റ്റിയുടെ അപ്പീൽ ട്രൈബ്യൂണലിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 5 മെമ്പർ, 3 മെമ്പർ, 1 മെമ്പർ, ആരുമില്ല. അതായത് ഫുഡ് സേഫ്റ്റി അപ്പീൽ ട്രൈബ്യൂണൽ, നമുക്ക് അപ്പീൽ പോകാൻ പറ്റുന്ന ട്രൈബ്യൂണലിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഫുഡ് സേഫ്റ്റി അപ്പീൽ ട്രൈബ്യൂണലിൽ ഷാൾ കൺസിസ്റ്റ് ഓഫ് 5 മെമ്പർ, 3 മെമ്പർ, 1 മെമ്പർ, എനി. അതും കുറെ ആൾക്കാർ തെറ്റിച്ചല്ലേ. ഫുഡ് സേഫ്റ്റി അപ്പീൽ ട്രൈബ്യൂണലിൽ അത് ശരിക്കും അപ്പീൽ ട്രൈബ്യൂണൽ കേന്ദ്ര സർക്കാരാണ് രൂപീകരിക്കേണ്ടത്. കേന്ദ്ര സർക്കാരാണ് രൂപീകരിക്കേണ്ടത്. അപ്പോ ആ കേന്ദ്ര സർക്കാരിന് എക്സാമിന് മാറിക്കുത്തിയ 1 മെമ്പർ, അത് ആ ഫുഡ് സേഫ്റ്റി ആക്ടിൽ ഉണ്ടല്ലേ. ആ ഫുഡ് സേഫ്റ്റി ആക്ട് എടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞില്ലേ, എല്ലാം അയച്ചു തന്നു ഞാന്. ഫുഡ് സേഫ്റ്റി ആക്ട് അയച്ചു തന്നു. എന്നിട്ട് ഫുഡ് സേഫ്റ്റിയുടെ എന്താണ്, അതെങ്ങനെ ആക്ട് വന്നു, അതിന്റെ കുറെ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു തന്നാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്തത് FSO ക്വസ്റ്റ്യൻ അറിയില്ല, ആക്ട് കുഴപ്പമില്ല. അടുത്ത 33ാമത് ചോദ്യം. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് ഫുഡ് ബിസിനസ്, ഡ്രോയിങ് ആൻഡ് സെൻഡിങ് സാമ്പിൾസ് ഫോർ ഫുഡ് അനാലൈസിസ് അണ്ടർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്? 2006 ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം അല്ലെ സാമ്പിൾ കളക്ട് ചെയ്യുന്നതും അത് അയച്ചു കൊടുക്കുന്നതും അല്ലെ അത് ഇൻസ്പെക്ട് ചെയ്യുന്നതും ഫുഡ് ബിസിനസ് ഇൻസ്പെക്ട് ചെയ്യുന്നതും ആരാണ്? ഫുഡ് സേഫ്റ്റി കമ്മീഷണർ, ഫുഡ് അനലിസ്റ്റ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. ഇതിലാര് എന്നുള്ളതാണ് ചോദ്യം. കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് ചെയ്യാം, ഫുഡ് അനലിസ്റ്റിന് ചെയ്യാം, ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ചെയ്യാം, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ചെയ്യാം. ഇത് നമ്മുടെ FSO വാട്സപ്പ് ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരിൽ എത്ര പേര് തെറ്റിച്ച്? അതിനെ എല്ലാത്തിനെയും ഞാൻ കണ്ടം വഴി ഓട്ടിക്കും. ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ എഴുതിയ എല്ലാ ടീമുകളെയും ഞാൻ എന്താണ് പാടത്തൂടെ ഓട്ടിക്കും, കമ്പും കൊണ്ട്. കാരണം നിങ്ങൾ ഈ ജോലി കിട്ടാൻ നിങ്ങൾ ഈ ജോലി കിട്ടാൻ ക്വാളിഫൈഡ് അല്ല. കാരണം നിങ്ങളുടെ പോസ്റ്റിന്റെ പേര് തന്നെ ഇതാണ്. ഞാൻ ആ ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റി ലോയിൽ പഠിപ്പിച്ചതാണ്, ഫുഡ് സേഫ്റ്റി ആക്ടിൽ പഠിപ്പിച്ചതാണ്. ആ ഫുഡ് സേഫ്റ്റി ഓഫീസറാ. എന്താണ് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ഡ്യൂട്ടിയാണെന്ന് നമുക്ക് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി, ഫുഡ് അനലിസ്റ്റ്, ഫുഡ് സേഫ്റ്റി, അതായത് എന്താണ് സെൻഡിങ് സാമ്പിൾസ്, ഫുഡ് അനാലിസിസ്. ഓക്കെ, ഇത് തെറ്റിച്ചാൽ പിന്നെ നമ്മളില്ല എന്നങ്ങ് വിചാരിക്കുക. അടുത്തത്, ദ ഹൈക്കോർട്ട് മേ കൺഫർ ഓൺ എനി മജിസ്ട്രേറ്റ് ഇൻവെസ്റ്റഡ് വിത്ത് ദ പവേഴ്സ് ഓഫ് എ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് power to try summarily any offense which is punishable with imprisonment for a term not exceeding. അതായത് ഹൈക്കോടതി എന്ത് ചെയ്യണം, മജിസ്ട്രേറ്റിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി. അപ്പൊ മജിസ്ട്രേറ്റ് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് അത് ചുമതല ഏറ്റെടുത്തത്. ആ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന് എത്ര പണിഷബിൾ, അതായത് എത്ര കാലത്തേക്കുള്ള ശിക്ഷ വിധിക്കാം, അല്ലെങ്കിൽ എത്ര കാലത്തേക്കുള്ള ശിക്ഷയിൽ താഴെ അദ്ദേഹത്തിന് വിധിക്കാം? 6 മാസം, 3 മാസം,
ഒരു 1 year 7 years. ഞാൻ അതും പഠിപ്പിച്ചതാണ്. സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഇവിടെ തന്നേക്കുന്നത് ഹൈക്കോർട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടാ, ഹൈക്കോർട്ട് എന്നൊക്കെ പറയുന്നത് ചുമ്മാ നിങ്ങളെ തെറ്റിക്കാനാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പഠിച്ചതല്ലേ. ഹൈക്കോർട്ട് എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഇവമാര് തെറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. ഹൈക്കോർട്ട് മേ കൺഫർ ഓൺ എനി മജിസ്ട്രേറ്റ് ഇൻവെസ്റ്റഡ് വിത്ത് ദ പവേഴ്സ് ഓഫ് എ മജിസ്ട്രേറ്റ് ഓഫ് ദ സെക്കൻഡ് ക്ലാസ് പവർ ടു ട്രൈ സമ്മർലി എനി ഓഫൻസ് which is punishable with the imprisonment to the term not exceedly. ഇവിടെ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. നമ്മളിന്ന് ഞാൻ പഠിപ്പിച്ച ഏകദേശം CRPC എല്ലാം കൂടെ ഒരു 10-30 മാർക്കോളം നിങ്ങൾക്ക് കിട്ടാം. അപ്പൊ 6 മാസം എത്രയാണ് CRPCയില്? 6 മാസത്തിൽ താഴെയാണ് എന്ത് ഒരു സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ്. ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാവുന്നത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ജില്ലാ കോടതിക്കും മാത്രമേ പരിധിയില്ലാത്ത എന്താണ് ശിക്ഷകൾ വിധിക്കാൻ പറ്റൂ എന്നുള്ളത്. ഓക്കെ, where in the case sample container received the food analyst is found to be in broken condition, he shall. Where in the case sample container അല്ലെ, സാമ്പിൾ കണ്ടെയ്നർ എന്ത് ചെയ്തേ? റിസീവ് ചെയ്തു ഫുഡ് അനലിസ്റ്റ്, അദ്ദേഹം ഫൗണ്ട് ചെയ്തു ബ്രോക്കൺ കണ്ടീഷൻ, അത് തകർന്ന അല്ലെ അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ആരെ ഇൻഫോം ചെയ്യാം? ഇൻഫോം ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വിത്തിൻ 7 days. അടുത്ത inform the designated officer within reasonable period of time. അടുത്ത information commissioner within 7 days. inform the commissioner within reasonable period of a time. ഇതിൽ ഏതാണ്? ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതായത് ഒരു ഫുഡ് അനലിസ്റ്റ് കണ്ടെത്തി ബ്രോക്കൺ കണ്ടീഷൻ ആണ്, സാമ്പിൾ കണ്ടെയ്നർ റിസീവ് ചെയ്ത സമയത്ത്. അതെല്ലാം കൃത്യമായിട്ട് ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്ന നോട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ 50 മാർക്കിൽ ഏകദേശം ഒരു 35-30 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റൂലായിരുന്നു. അവിടെ കോൺസ്റ്റിറ്റ്യൂഷനും ഫുഡ് സേഫ്റ്റി ആക്ടും പിന്നെ എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടും അതോടൊപ്പം തന്നെ CRPCയും കൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ ഇപ്പൊ തന്നെ നമ്മൾ 16-15 ക്വസ്റ്റ്യൻ ആയി ഡിസ്കസ് ചെയ്യുന്നു. 15 ക്വസ്റ്റ്യൻ ആയി. ഇതൊക്കെ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളാണ്. അപ്പോ എന്താണ് ഇനി ആർക്കെങ്കിലും മറ്റുള്ള LDC LP UP ഇനി നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടാൻ ഈസിയാണ്. പക്ഷെ പഠിച്ചാൽ മതി. ഇതേപോലെ മരിച്ച് നിന്ന് പഠിച്ചാൽ പരീക്ഷകൾ വരുന്ന സമയത്ത് ഒന്നും അറിയാത്തവരല്ല, നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാത്രമേ PSCയുടെ പരീക്ഷാ ക്വസ്റ്റ്യനിൽ ചോദിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാരും എന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നോളജ് PSC എന്നാണ് പേര്. നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ കൂടുതൽ മറ്റുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ഏതാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്റെ ഈ നോളജ് PSCയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പറ്റോ? എല്ലാ ക്വസ്റ്റ്യനും ഞങ്ങളെ ഇനി വെട്ടുമോ? ഇല്ല. അനുഷ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരാം. നിങ്ങൾക്ക് മറ്റുള്ള സൗജന്യ ക്ലാസ്സിൽ എല്ലാവരും വരാം. മറ്റുള്ള ക്ലാസ് സൗജന്യ ക്ലാസ്സിലും എല്ലാം വരാം. നിങ്ങൾ സർക്കാർ ജോലിയായിട്ട് പോയാൽ മതി. സർക്കാർ ജോലിയായിട്ട് അൺഅക്കാഡമിയിൽ നിന്നുള്ള പഠിത്തം വിട്ടാൽ മതി. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് അധ്യാപകർ അൺഅക്കാഡമി പ്ലസ് പ്ലാറ്റ്ഫോമിലുണ്ട്, നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഏത് സമയത്തും ഡൗട്ട് ചോദിക്കാം. നിങ്ങൾ കോച്ചിങ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള അധ്യാപകരെ കിട്ടൂടെ? നിങ്ങൾക്ക് ഏത് സമയത്തും ഡൗട്ട് ചോദിക്കാൻ പറ്റുന്ന അധ്യാപകരേക്ക് നിങ്ങൾക്ക് കിട്ടുമോ? പിന്നെ നിങ്ങൾക്ക് ഇത്രയും നല്ല എന്താണ് ഒരു ക്ലാസ് റൂമിലല്ല, നിങ്ങളുടെ അടുത്തിരുന്ന് നിങ്ങളെ പറഞ്ഞു തരുന്ന എന്താണ് ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ, റെഗുലർ ആയിട്ട് അറിയാൻ ആഗ്രഹമുണ്ടോ, ഇനിയും ക്ലാസ്സിൽ വരിക. അത് ഫുഡ് സേഫ്റ്റി ആയാലും ഏത് പരീക്ഷകൾക്കായിട്ടാലും അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാതിലുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും താങ്ക്സ്. ഇനി മറ്റുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത സമയത്ത് കാണാം. താങ്ക്സ്. ഓൾ ദ ബെസ്റ്റ്.